പാലായിൽ ഇൻഫോസിറ്റി എന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമല്ല പ്രതിജ്ഞയാണെന്ന് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി. ഇൻഫോസിറ്റിയും ട്രിപ്പിൾ ITയും സയൻസ് സിറ്റിയും ഒരു ശൃംഖല പോലെ പ്രവർത്തിക്കുന്ന മേഖലയാക്കി ഈ പ്രദേശത്തെ മാറ്റിയെടുക്കും. പ്രാദേശിക സാധ്യതകൾ കണ്ടെത്തി പിൽഗ്രിം ടൂറിസവും മൗണ്ടൻ ടൂറിസവും സംയോജിപ്പിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കും. തലപ്പലം, ഭരണങ്ങാനം, മീനച്ചിൽ, എലിക്കുളം പഞ്ചായത്തുകളിലെ വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന തലപ്പലവും തലനാട് മൂന്നിലവും മേലുകാവിലും വികസനമെത്തിയത് ഈ പഞ്ചായത്തുകൾ പാലായോട് കൂടി ചേർന്നതിന് ശേഷം മാത്രമാണ്. നല്ല റോഡുകളോ ഗതാഗത സൗകര്യങ്ങളോ ഇല്ലാതെ സാധാരണ ജനജീവിതം സാധ്യമായിരുന്ന ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് KM മാണി ജനപ്രതിനിധി എന്ന നിലയിൽ നടപ്പിലാക്കിയത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 7 വർഷമായി ഈ മേഖലയിൽ വികസനം സ്തംഭനാവസ്ഥയിലാണെന്നും അതിന് പരിഹാരം കാണാൻ കഠിനാധ്വാനം ചെയ്യുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. തലപ്പലം, ഭരണങ്ങാനം, മീനച്ചിൽ, എലിക്കുളം പഞ്ചായത്തുകളിലെ വിവിധ പര്യടന കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാറപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച മീനച്ചിൽ പഞ്ചായത്ത് പര്യടനം പൈകയിൽ സമാപിച്ചു. തോണിപ്പാറയിൽ നിന്നും ആരംഭിച്ച എലിക്കുളം പഞ്ചായത്ത് പര്യടനം പൈക ആശുപത്രി ജംഗ്ഷനിലാണ് സമാപിച്ചത്. LDF നേതാക്കളായ അഡ്വക്കേറ്റ് ജോസ് ടോം, പ്രൊഫസർ ലോപ്പസ് മാത്യു, ലാലിച്ചൻ ജോർജ്, സജേഷ് ശശി, സാബു കെ ജോർജ്, ഔസേപ്പച്ചൻ തകടിയൽ, അഡ്വക്കേറ്റ് VT തോമസ്, ടോബിൻ കെ അലക്സ്, ഷാജി കടമല, കെ ഷാജകുമാർ, ബെന്നി മൈലാടൂർ, ഔസേപ്പച്ചൻ വാളിപ്ലാക്കൽ, പെണ്ണമ്മ ജോസഫ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. i4U ന്യൂസ്, പാല.